അപ്പോൾ വെൽക്കം. അങ്ങനെ ഈ വർഷത്തെ ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നമ്മുടെ ലാലേട്ടൻ ലുങ്കിയൊക്കെ ഉടുത്താണ് വന്നത്. അപ്പം കഴിഞ്ഞ ഏകദേശം 2 മണിക്കൂറിന് മേളിൽ കുത്തിയിരുന്ന് മൊത്തം എപ്പിസോഡ് കണ്ട ശേഷം 2-3 മണിക്കൂറോളം ആ കുത്തിയിരുന്ന് അത്ര എപ്പിസോഡ് കണ്ട ശേഷം മനസ്സിലാകെ ഒരു നിർവികാരം. നമുക്ക് ആരെയും കണ്ടിട്ട് വാഫ് ഇവ ഈ പ്രാവശ്യം ബിഗ് ബോസിൽ പൊളിക്കുമെന്ന് നമുക്ക് ഒരാളെ കണ്ടിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായി. എല്ലാവരെയും മറ്റേ രേണു സുധിയെ എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷെ വന്ന് കയറിയ ഉടനെ എൻ്റെ സുധിച്ചേട്ടാ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് വന്ന് കയറിയത്. ഇനി നമ്മുടെ ബിഗ് ബോസിന്റെ സെറ്റ് കണ്ടപ്പം ഫീൽ ചെയ്തത് എനിക്ക് തോന്നുന്നു മലയാളത്തിന് സ്വന്തമായിട്ട് ഒരു സെറ്റ് ഇവർ നിർമ്മിച്ചതായിരിക്കണം തോന്നുന്നു. വളരെ കളർഫുൾ ആയിട്ടുള്ള, വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, പക്ഷെ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആയിരിക്കണം ഈ ബിഗ് ബോസിന്റെ സെറ്റ് ഉള്ളത്. നമ്മുടെ ലാലേട്ടൻ ലുങ്കിയൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. എനിക്ക് തോന്നുന്നു ഈ സീസൺ മുഴുവനും ഇനിയിപ്പോൾ ലാലേട്ടന്റെ ലുങ്കി ആയിരിക്കണം കോസ്റ്റ്യൂമായിട്ട് വരുന്നത്. എന്തായാലും അത് പൊളിച്ചിട്ടുണ്ട്. ഒരു നമ്മളൊരു തനിമ, ഒരു ലാലേട്ടന്റെ ഒരു തനിമ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് ഈ പ്രാവശ്യം 2 വോയിസ് ആണ് കൊടുക്കുന്നതെന്ന് തോന്നുന്നത്. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കേട്ടത് മറ്റൊരു ആളുടെ വോയിസ് ആണ്, രണ്ടാമത് ഒറിജിനൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ബിഗ് ബോസിന്റെ സൗണ്ടാണ് കേട്ടത്. തമിഴിലൊക്കെ ഇങ്ങനെ 2 പേരൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം ഒരാൾ മാത്രം കൊടുത്തിട്ട് ഒരാൾ മാത്രം അവിടെ പായും തലയാനായിട്ട് 24 മണിക്കൂർ ഇവർ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ഇരിക്കേണ്ട അവസ്ഥയില്ല. അപ്പൊ ഇനി ചിലപ്പോൾ 2 സൗണ്ട് ആയിരിക്കും ബിഗ് ബോസിന് ഉണ്ടാവുന്നത്. പിന്നെ കുറെ പരിപാടികൾ അല്ലെങ്കിൽ ലാലേട്ടന്റെ പ്രൊമോയിലൊക്കെ കണ്ട് നിങ്ങൾ ഇവിടെ സേഫ് ഗെയിം ഇല്ല, വാഴയില്ല, പെങ്ങൾ കുട്ടിയില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. പിന്നെ കണ്ടസ്റ്റൻസ് ഒക്കെ വന്ന് കയറിയപ്പം തന്നെ ഒരു 2-3 കഴിഞ്ഞപ്പം തന്നെ നമ്മൾ ടോട്ടലി ഡെഡ് ആയത്. മുമ്പത്തൊക്കെ സീസൺ ഇങ്ങനെ ലോഞ്ചിന് നമുക്ക് ലാസ്റ്റ് ഒരു 3-4 പേരൊക്കെ വരണതിന് മുമ്പാണ് നമ്മളൊക്കെ കണ്ടു മടുക്കുന്നത്. പക്ഷെ ഇത് തുടക്കം മുതലേ ഒരു നിർവികാരത തോന്നി തുടങ്ങി. ഫുൾ സീരിയൽ ആർട്ടിസ്റ്റുകളാണ്. കരച്ചില് അനുമോള്, പിന്നെ അങ്ങനെ കുറെ കുടുംബിനികളൊക്കെയാണ് വന്ന് കയറിയത്. പിന്നെ അപ്പാനി ശരത്തൊക്കെ ഉണ്ട്. പുള്ളിയൊക്കെ സിനിമയിലൊക്കെ ഉള്ളതുകൊണ്ട് വലിയ രീതിയിൽ സേഫ് ഗെയിം കളിക്കുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. പിന്നെ മുംബൈയിൽ നിന്ന് ഒരു ഹാഷ് ബൂസ്റ്റ് ചേച്ചി വന്നിട്ടുണ്ട്. അവര് ആ ഒരു എക്സ് ഹിന്ദിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അങ്ങനെ പൊതുവെ ഒരിടത്ത് ഇതുവരെ ഇന്ത്യയിൽ ഇങ്ങനെ നടന്നിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. മുമ്പ് ഇങ്ങനെ വേറൊരു ബിഗ് ബോസിലുള്ള ആള് പിന്നെ ഒരു ബിഗ് ബോസിൽ വരുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് പിന്നിലുള്ള ഗൂഢ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാലും മിക്കവാറും അവരൊരു തോൽവിയായി മാറും. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഈ അർഹതയില്ലാത്ത ആൾക്കാർക്ക് ഈ ട്രോഫി നേടിക്കൊടുക്കുന്ന ഒരു സ്ഥിതി ഈ പ്രാവശ്യമെങ്കിലും ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ജിൻഡോയ്ക്കൊന്നും കഴിഞ്ഞ പ്രാവശ്യം ട്രോഫി കിട്ടേണ്ട ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ സീസണിലെ വീഡിയോയിൽ ജിൻഡോയ്ക്ക് എതിരായിരുന്നു എൻ്റെ വീഡിയോ മുഴുവനും. പിന്നെ അവസാനമായപ്പോൾ ഞാനും മറ്റേ നദിയുടെ ഒഴുക്കിനനുസരിച്ച് എനിക്ക് നീങ്ങേണ്ടി വന്നു. അപ്പം ഈ പ്രാവശ്യം അങ്ങനെ ആവൂല എന്നാണ് വിശ്വസിക്കുന്നത്. മൊത്തത്തിൽ ഒരു സത്യം പറഞ്ഞാൽ അത്യാവശ്യം കളിക്കാൻ പറ്റുന്നവർ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. പിന്നെ മറ്റേ കോമണറായിട്ട് വന്ന അനീഷ് ഒരു സ്ത്രീ വിരുദ്ധനാണെന്ന് കേൾക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ മറ്റേ ആങ്കറായിട്ട് വന്നിട്ടുള്ള മറ്റേ മുടി കട്ടിയിരിക്കുന്ന സാരിക അവര് ഈ അനീഷും കൂടെ കയറി കോർക്കുകയാണെങ്കിൽ കുറച്ചൊരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകര് ഈ ബിഗ് ബോസ് സീസണെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കുറച്ച് പാടുപെടും. കാരണം അത്രയും അടിവഴക്ക് വെളിയിൽ അത്രയും കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു റിയാലിറ്റി ഷോ അത്രയും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ ബിഗ് ബോസിനായിട്ട് കുറെ ഫാൻ ഉണ്ട്. ആ ഫാൻസ് കാണും. അത് എത്ര നാൾ പോകുന്ന വെച്ചാൽ കണ്ടന്റ് വരുമ്പോലെ ഇരിക്കും. നമുക്ക് കണ്ട ഉടനെ ഞാൻ പറഞ്ഞില്ല ഒരു വാവെന്ന് തുടങ്ങിയ ഈ രേണു സുധീനെ കുറെ പേര് പ്രതീക്ഷിച്ച് തോന്നുന്നു. ഇപ്പോഴൊക്കെ അവർ വരാൻ വേണ്ടി കുറെ പേരൊക്കെ പ്രതീക്ഷിച്ച് തോന്നുന്നു. ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അല്ലാതെ മൊത്തത്തിൽ നിർവികാരമാണ്. എനിക്ക് എങ്ങനെ 100 ദിവസം ഞാൻ ഇവിടെ ഇരുന്ന് വാത്താളം അടിക്കണമെങ്കിൽ പോലും അത്രയും കണ്ടന്റുകൾ ഇവരിങ്ങനെ ഇട്ടു തരണം. വെളിയിൽ അതിന്റെ ഫൈറ്റ് നടക്കണം. അവരുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ തമ്മിൽ കുത്തിത്തിരിപ്പുണ്ടാകണം. അങ്ങനെ മൊത്തത്തിൽ ബിഗ് ബോസിൽ ഒരു കുടുംബ ലഹളയും ഒരു കുടുംബ അടിയും ഒക്കെ നടക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാർത്ഥിക്കാം, സമാധാനിക്കാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്തിട്ട് പോടെ.